ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻഫിനിറ്റ് എക്കോ. ഇന്ന് നമ്മൾ മഷ്റൂം മെഴുക്കുവരട്ടിയാണ് ട്രൈ ചെയ്യുന്നത്. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മഷ്റൂമാണത്. 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് തുടച്ച് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള സ്കിന്നൊക്കെ പീൽ ഓഫ് ചെയ്ത് കളഞ്ഞതാണിത്. അതിൻ്റെ തണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ സ്കിന്നും പീൽ ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണത്. ശേഷം നമുക്കിതിനൊന്ന് സ്ലൈസ് ചെയ്തിട്ടെടുക്കാം. സ്ലൈസ് ചെയ്തിട്ടുള്ള മഷ്റൂമാണത്. ഒരുപാട് തിന്നായിട്ട് അരിയരുത്, അതിന് കുറച്ച് കനത്തിൽ വേണം അരിയാൻ. കുറച്ച് പച്ചമുളക്, ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, കടുക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ, വളരെ സിമ്പിളാണ്. ശേഷം ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഷാലറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. ഞാൻ കറി ലീവ്സ്, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മഷ്റൂമും കൂടെ ആഡ് ചെയ്യാം. മഷ്റൂം ആഡ് ചെയ്തിട്ട് നമുക്ക് അഡീഷണലായിട്ട് വാട്ടറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഈ സമയത്താണ് നമ്മൾ ചേർക്കുന്നത്. ഫസ്റ്റിൽ ഉപ്പ് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൂടുതലായിട്ട് വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ചില്ലി ഫ്ലേക്സിൻ്റെ സ്മെല്ലൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നല്ല ചോറിൻ്റെ കൂടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.